നമസ്കാരം. മിക്ക ദിവസവും രാവിലെ ഉടനെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകിൽ പുറം വേദന, അല്ലെങ്കിൽ നടുവേദന, പെടലി വേദന, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് കാരണം എൻ്റെ കേസിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രശ്നം വല്ലാത്ത രീതിയിൽ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് നൈറ്റിലാണ്, രാത്രിയിലാണ് ഈ വേദനകളെയൊക്കെ നമുക്കൊന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ റിലാക്സ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു മാട്രസിലാണെന്നുണ്ടെങ്കിൽ, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് രാത്രിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ, സ്പൈൻ അലൈൻമെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു മാട്രസിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾ ഒരു മാട്രസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഒരു ഓർത്തോ മാട്രസ് ആണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേക്ക്ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷേപ്പ് സെൻസ് ഓർത്തോപീഡിക് ക്ലാസിക് മെമ്മറി ഫോം മാട്രസ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു മാട്രസിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിവ്യൂവും അതേപോലെ തന്നെ നല്ല റേറ്റിംഗും ഉള്ള ഒരു മാട്രസ് ആണ്. ഈ വേക്ക്ഫിറ്റ് പറയുന്നത് ഏകദേശം 2 മില്യണിലധികം കസ്റ്റമേഴ്സ് അവരുടെ മാട്രസുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അപ്പം അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള, അത്രയ്ക്ക് ഹൈപ്പ് ഉള്ളൊരു മാട്രസ് ആണ്. അപ്പം ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തൊന്ന് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ ഓൾറെഡി വേക്ക്ഫിറ്റിന്റെ മാട്രസും പില്ലോസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേക്ക്ഫിറ്റിന്റെ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഇത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്, അതേപോലെ ഇവരുടെ പ്രൊഡക്റ്റുകളുടെ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ തന്നെ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ഈ ഒരു മാട്രസ് വന്നിട്ടുള്ളത് ടൈറ്റ് ആയിട്ടുള്ള വാക്വം സീൽ പാക്കിംഗിലാണ്. ഇന്ത്യയിൽ ഈ ടൈപ്പ് പാക്കിംഗിൽ മാട്രസുകൾ സെൻഡ് ചെയ്യുന്നത് വേക്ക്ഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഈ ടൈപ്പ് പാക്കിംഗ് ടെക്നോളജിയിലെ പയോനീഴ്സ് വേക്ക്ഫിറ്റ് ആണ്. ഇതേപോലെ വാക്വം കൺട്രോൾ പാക്കിംഗ് ആയതുകൊണ്ട് 1, 2, 3 നില മുകളിലേക്ക് മാട്രസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മാട്രക്സ് അൺബോക്സ് ചെയ്ത് ഏകദേശം 4 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് എക്സ്പാൻഡ് ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. 4 ദിവസമൊന്നും എടുക്കത്തില്ല, ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എക്സ്പാൻഡ് ആവും. ഇപ്പം ഈ മാട്രസ് ഫുള്ളി എക്സ്പയർഡ് ആയിട്ടുണ്ട്. 4 ദിവസത്തിന് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ മാട്രസ് ആണ്. 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും ഒക്കെ മാട്രസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാട്രസ് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ തിക്നെസ് ആണ്. എത്രയും തിക്നെസ് ഉള്ള മാട്രസ് ആണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുള്ളത് നേരത്തെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു മാട്രസ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മാട്രസ് വാങ്ങുമ്പോൾ നമ്മൾ ഏത് തിക്നെസ്സിലുള്ള മാട്രസ് ആണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് ടൈപ്പ് മാട്രസ് ആണ് അല്ലെങ്കിൽ ഏത് തിക്നെസ്സിലുള്ള മാട്രസ് ആണ് വാങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ഒരു മാട്രസ് ഉപയോഗിച്ചതിൻ്റെ ഒരു 4 ദിവസത്തെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു മാട്രസ്. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഈ ലോ ക്വാളിറ്റി ഫോമൊന്നും യൂസ് ചെയ്തുകൊണ്ടല്ല ഈ ഒരു മാട്രസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പല ലെയറുകളായിട്ടാണ് ഈ മാട്രസ് വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൽ 3 ലെയറുകളാണുള്ളത്. അപ്പോൾ ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഷേപ്പ് സെൻസ് ഓർത്തോ മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് 1.25 ഇഞ്ചസ് ആണ്. ഈ ഫോമിൽ ഹാംഫുൾ ആയിട്ടുള്ള ഫില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 100% പ്യുവർ ആയിട്ടുള്ള ഫോമാണ് ഇതിൽ വരുന്നത്. ഈ ലെയറാണ് നമ്മുടെ ബോഡി വെയിറ്റ് പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പൈൻ അലൈൻമെന്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നതും ഈ ഒരു ലെയറാണ്. ഈ ലെയർ അത്ര സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റുമാണ്, എന്നാൽ ഹാർഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡുമാണ്. അതിനിടയ്ക്കുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ലെയർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കംഫോർട്ടായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ചില ഫോം ഉണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതങ്ങ് താണു പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സോഫ്റ്റിനും ഹാർഡിനും ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിലാണ് ഈ ഒരു ഫോം വന്നിട്ടുള്ളത്. ഇതിന്റെ മിഡിൽ ലെയറിൽ റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് 2.75 ഇഞ്ചസ് ആണ്. ഈ മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ലെയർ ആണ്. ഇപ്പോൾ 2 പേര് കിടന്നുറങ്ങുന്നു, ഒരാൾ ഇടയ്ക്ക് എഴുന്നേക്കോ തിരിയോ മറിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന ആ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് ലെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേര് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ അനങ്ങുകയും തിരികെയും ചെയ്യുന്നതുകൊണ്ട് മറ്റൊരാളുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആകത്തില്ല. സുഖമായിട്ട് അയാൾക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബോട്ടം ലെയർ വന്നിരിക്കുന്നത് ഹൈ ഡെൻസിറ്റി ബേസ് ഫോമിലാണ്. ഇതിന്റെ സൈസ് 1 to 6 ഇഞ്ചസ് ആണ് ഈ ഒരു ലെയറിന്റെ. ഇതിന്റെ സൈസ് വേരി ചെയ്യും. നമ്മൾ ഏത് സൈസിലുള്ള ഏത് മോഡലിലുള്ള മാട്രസ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു ബോട്ടം ലെയറിന്റെ സൈസ് വരിക. ഈ ബോട്ടം ലെയർ ആണ് മാട്രസിന് ഷേപ്പും
ഡ്യൂറബിലിറ്റിയും നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന് മുകളിലുള്ള ലെയറുകൾക്ക് ഒരു സപ്പോർട്ടോടായിട്ടാണ് ബോട്ടം ലെയർ വരുന്നത്. പിന്നെ ഈ ബേസ് ഫോമിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഒത്തിരി ഇങ്ങനെ താണു പോകുന്ന ഒരു ഇഷ്യൂ ഇതിനുണ്ടാകത്തില്ല. കാരണം ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഫോം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഇത്രയും വരെ താണിട്ടുള്ളൂ. നല്ല സോഫ്റ്റും ആണ്, പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ഹാർഡ്നെസ്സും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചില ഫോമുകൾ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നേരെ താഴെ വന്ന് മുട്ടും, അത്രയും ലൂസ് ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഈ മാട്രസ് വർഷങ്ങളോളം നിൽക്കാനായിട്ട് ഇതിൻ്റെ ഈ ബോട്ടം ലെയർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ വരുന്നത് എയറോടെക്സ് നിറ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ലെയർ ആണ്. ഇതിൽ പെട്ടെന്ന് ഡസ്റ്റ് ഒന്നും ബിൽഡപ്പ് ആകത്തില്ല. അതേപോലെ തന്നെ ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ലെയർ ആണിത്. അപ്പോൾ അലർജി ഉള്ളവർക്കും ഈ മാട്രസ് യൂസ് ചെയ്യാം, ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതൊരു റിമൂവബിൾ ആയിട്ടുള്ള വാഷബിൾ ആയിട്ടുള്ള ലെയർ ആണ്. ഇത് നമുക്ക് ഈ മെഷീൻ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മാട്രസ് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഈ മാട്രസിന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നടുവേദന, പുറം വേദന, ബോഡി പെയിൻ, രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാട്രസ് ആണിത്. ഇപ്പം പലർക്കും ഓർത്തോ മാട്രസ് എടുക്കണോ, ലേറ്റക്സ് മാട്രസ് എടുക്കണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡലിലുള്ള മാട്രസ് എടുക്കണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിന് മെയിനായിട്ട് ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നടുവേദനയൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രോപ്പർ പൊസിഷനിലല്ല നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നടുവേദന ഏറ്റവും നേരത്തെ വരും. അതേപോലെ നമ്മൾ കിടക്കുന്ന മാട്രസും പ്രോപ്പറായിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ ആ നടുവേദന കൂടാനുള്ള സാധ്യത കൂടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ഓർത്തോ മാട്രസ് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പലരുടെയും വിചാരം ഓർത്തോ മാട്രസ് നടുവേദന അല്ലെങ്കിൽ പുറംവേദന ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഓർത്തോ മാട്രസ് എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നടുവേദനയോ പുറംവേദനയോ ഒന്നും ഇല്ലെങ്കിലും ഓർത്തോ മാട്രസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടും. ഇപ്പോൾ ഒരു ദിവസം ഓർത്തോ മാട്രസ് യൂസ് ചെയ്ത് പിറ്റേ ദിവസം ഇരിക്കുമ്പോൾ നടുവേദന മാറണം എന്നല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്പൈൻ അലൈൻമെൻറ്റ് ശരിയാകുകയും നമ്മുടെ പോസ്റ്റർ ശരിയാകുകയും അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ റിലീഫ് കിട്ടുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മാട്രസ് വാങ്ങുമ്പോൾ അതിൻ്റെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സൈസാണ്. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ മാട്രസ് ആണ്. അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ചിൻ്റെ മാട്രസ് ആണ് വാങ്ങേണ്ടത്? 6 ഇഞ്ചിൻ്റെ വേണോ, 8 ഇഞ്ചിൻ്റെ വേണോ, 10 ഇഞ്ചിൻ്റെ വേണോ? ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. പലരും പോയിട്ട് റോങ് ആയിട്ടുള്ള തിക്നെസ്സിലുള്ള മാട്രസ് വാങ്ങും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട് കിട്ടത്തില്ല, സ്പൈൻ അലൈൻമെൻറ്റ് ശരിയാകത്തില്ല, നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആകും, നമ്മൾ ആകെപ്പാടെ നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള വാല്യൂ കിട്ടാത്ത ഒരു അവസ്ഥയിലാവും. അപ്പം ഏത് തിക്നെസ്സിലുള്ള മാട്രസ് എടുക്കണമെന്ന് പറയാം. നിങ്ങളുടെ വെയിറ്റ് ഒരു 80 kg താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 ഇഞ്ചിൻ്റെ മാട്രസ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ വെയിറ്റ് 80 kg എബോവ് ആണെന്നുണ്ടെങ്കിൽ 8 to 10 ഇഞ്ചിൻ്റെ മാട്രസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു മാട്രസിൽ 2 പേരാണ് ഉപയോഗിക്കാൻ പോകുന്നത്, 2 പേര് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലും 10 ഇഞ്ചിൻ്റെ മാട്രസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മാട്രസ് എടുക്കാനായിട്ട്. പിന്നെ വേക്ക്ഫിറ്റ് ഒരു D2C ബ്രാൻഡാണ്, ഡയറക്ട് ടു കൺസ്യൂമർ ബ്രാൻഡ്. നമുക്ക് ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പലരുടെ കയ്യിൽ കൈമറിഞ്ഞായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിന് ഇടനിലക്കാർക്കൊക്കെ കമ്മീഷൻ കൊടുത്ത് നമ്മൾ ഇന്ന് ആ പൈസയോട് ഈടാക്കിക്കൊണ്ടായിരിക്കും നമ്മളൊരു സാധനം വാങ്ങുന്നത്. അപ്പം ഡയറക്ട് ടു കൺസ്യൂമർ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവർ ഫാക്ടറിയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നു, നേരെ നമുക്കത് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു ഇടനിലക്കാരുടെ കമ്മീഷനും പരിപാടിയൊന്നും ഇവിടെ കൊടുത്ത് നമ്മുടെ കയ്യിലെ കാശ് കളയേണ്ട കാര്യമില്ല. ഇതിനൊരു ആക്ച്വൽ പ്രൈസ് എത്രയാണോ അത് മാത്രമാണ് നമുക്കിവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മറ്റ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേക്ക്ഫിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നോട്ട് ചെയ്തൊരു കാര്യം, ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. പക്ഷേങ്കിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഈ ഒരു ബ്രാൻഡ് കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് മറ്റു ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വേക്ക്ഫിറ്റിൻ്റെ മാട്രസ് വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗുമാണ് വരുന്നത്. അതേപോലെ തന്നെ 2.5 lakhസിലധികം റിവ്യൂസ് ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ് ടു 15 ഇയേഴ്സിന്റെ വാറണ്ടിയും ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ മാട്രസ് ഓൺലൈനായിട്ട് ഡയറക്റ്റ് പോയി ഓർഡർ ചെയ്യാതെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 97+ എക്സ്പീരിയൻസ് സെന്ററുകൾ ഇന്ത്യയിൽ ഒരു 33 സിറ്റീസിലായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഈ മാട്രസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സിൻ്റെ ഫ്രീ ട്രയൽ ഇവർ നൽകുന്നുണ്ട്. നമ്മൾ ഈ മാട്രസ് വാങ്ങി 100 നൈറ്റ് യൂസ് ചെയ്തു, അതിനുശേഷം നമുക്ക് ഈ മാട്രസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് മാട്രസ് വേണ്ട, നിങ്ങൾ തിരിച്ചെടുത്തു, എനിക്ക് പൈസ റീഫണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് റീഫണ്ട് പോളിസിയാണ് ഇവർക്കുള്ളത്. ഇവർ നേരെ വന്ന് മാട്രസ് എടുത്തുകൊണ്ട് പോയി നമ്മുടെ പൈസ റീഫണ്ട് ചെയ്യും. അപ്പം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേയധികം പ്രത്യേകതകൾ വേക്ക്ഫിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് വേക്ക്ഫിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ മാട്രസുകൾ വാങ്ങാനായിട്ട് സാധിക്കും. മാട്രസുകളുടെ സൈസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള
ഓപ്ഷനും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ടിലിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുക. അതിനോടൊപ്പം പല പ്രൈസ് റേഞ്ചിൽ പല മോഡലിലുള്ള മാട്രസുകൾ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ഏതാണോ ആവശ്യം അത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ മികച്ച ഉറക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റ് ഫിറ്റ് മാട്രസ് വാങ്ങിക്കൊള്ളുക. അപ്പോൾ എന്തായാലും നമ്മൾ പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ലോങ് ടൈമിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് വേണമെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാട്രസ് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു നല്ല മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെയ്റ്റ് ഫിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് ഇവരുടെ സൈറ്റിൽ നിന്നുള്ള മാട്രസുകളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.